ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുക ആമയാണ് കേട്ടോ. നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാർക്ക് 100 വയസ്സ് വരെ ആയുസ് പറയുന്ന സമയത്ത് ആമയ്ക്ക് നമ്മളെ 3 ഇരട്ടി 4 ഇരട്ടി വരെ ആയുസുണ്ട് കേട്ടോ. അപ്പൊ ആമ ഒരുപാട് കാലം ജീവിക്കുന്ന ആളാണ്, ഭയങ്കര സുരക്ഷിതമായ ആളാണ്. അപ്പൊ ഈ ആമയും മുയലും പന്തയം വെച്ച സമയത്ത് മുയൽ വേഗത്തിൽ ഓടി കുറച്ച് ദൂരമൊക്കെ ഓടിയതിനു ശേഷം മുയലിക്ക് ഒന്ന് വിശ്രമിക്കാനില്ല. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം അല്ലേ? അമ്മമാർക്ക് അറിയാം. അപ്പൊ വിശ്രമിച്ച് കണ്ണു തുറക്കുന്ന സമയത്ത് ഈ ആമ എന്ത് വെച്ചാല് വിശ്രമിക്കുന്ന ആളെ ശല്യം ചെയ്യാതെ ആമ നടന്നു പോയിട്ട് സമ്മാനം വാങ്ങി. അതെല്ലാവർക്കും അറിയാം അല്ലേ? അറിയാമല്ലേ? അമ്മമാർക്കും അറിയാം ആ കഥ. ഈ ആമയ്ക്കും മുയലിനും ഇവരെ പോലെ 2 സുഹൃത്തുക്കളാണ്. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമം ദേഷ്യം വന്നു. കാരണം ഏറ്റവും ശക്തിയായ മുയലിനെ തോൽപ്പിച്ചുകൊണ്ട് ആമ മത്സരത്തിൽ ജയിച്ചു. അപ്പൊ മുയല് പറഞ്ഞു, ഞാനാണ് യഥാർത്ഥത്തിൽ നല്ല ശക്തിയുള്ള ആള്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ ഈ ഒരിക്കൽ കൂടി നമുക്ക് പന്തയം വെക്കാം, എന്നിട്ട് ഇതിന് നമ്മളിൽ ആരാണ് ശക്തിയുള്ളതെന്ന് തെളിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതൊരു മത്സരം വെച്ച സമയത്ത് മുയൽ ഉറപ്പിച്ചു, ഇനി ഞാൻ ഉറങ്ങൂല, എന്ത് വന്നാലും ഞാൻ മത്സരത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം പന്തയം വെച്ചു. ആ സമയത്ത് എന്ത് ചോദിച്ചാൽ ആമയ്ക്കറിയാം ഇത്ര മെല്ലിയല്ലേ ഓടാൻ പറ്റുള്ളൂ. അങ്ങനെ ആമ പരമാവധി വേഗത്തിൽ ഓടി, മുയൽ തീരെ ഉറങ്ങാതെ റെസ്റ്റ് എടുക്കാതെ ഓടി പന്തയത്തിൽ ജയിച്ചു. അപ്പൊ രണ്ടാമത്തെ കഥയിൽ ആരാ ജയിച്ചത്? ആദ്യത്തെ കഥയിൽ ആമ ജയിച്ചു, രണ്ടാമത്തെ കഥയിൽ ആര് ജയിച്ചു? മുയൽ ജയിച്ചു. അപ്പൊ ഇവര് നല്ല സുഹൃത്തുക്കളല്ലേ? അപ്പൊ ഇവർക്ക് 2 പേർക്കും ഒരാൾ മത്സരത്തിൽ ജയിച്ചു, രണ്ടാമത്തെ മത്സരത്തിൽ ജയിച്ചു അല്ലേ? അപ്പൊ സമ്മാനം ആരെടുക്കും? അപ്പൊ അതെങ്ങനെ? അപ്പൊ ആമ ജയിച്ചിട്ടില്ലേ ആദ്യത്തെ മത്സരത്തില്? അപ്പൊ മുയൽ ജയിച്ചിട്ടില്ലേ രണ്ടാമത്തെ മത്സരത്തില്? എന്ത് ചെയ്യും? ഇപ്പൊ ഒരു സമ്മാനമായിട്ട് മാമ വന്നു, നിങ്ങൾ രണ്ടാളോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ 2 പേർക്കും കൂടി ഒരു ഉത്തരം കിട്ടിയാലേ സമ്മാനം ആർക്ക് തരും? അപ്പൊ മൂന്നാമത് സമ്മാനം മത്സരം നടത്തിയേ പറ്റൂ അല്ലേ? ശരിയല്ലേ? അപ്പൊ ആമയും മുയലും മൂന്നാമതൊരു മത്സരം നടത്താൻ പറ്റും, ഇത് തേർഡ് പാർട്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു വെച്ചാൽ പഴയ സ്ഥലത്ത് ഇവർക്ക് പരിചയമുള്ളതുകൊണ്ട് പരിചയമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് ആമയും മുയലും പന്തയം വെച്ച്